BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം TVK സർക്കാർ അധികാരമേറ്റത് വലിയ പ്രതീക്ഷകളോടെയായിരുന്നു. എന്നാൽ മാസങ്ങൾ തികയും മുൻപ് തന്നെ മന്ത്രിസഭയെ പിടിച്ചുലയ്ക്കുന്ന വിവാദങ്ങളും ആഭ്യന്തര തർക്കങ്ങളും സർക്കാരിന് പുതിയ വെല്ലുവിളികൾ ഉയർത്തുകയാണ്. D. ശരത് കുമാർ, K. ജഗദീശ്വരി എന്നീ മന്ത്രിമാർക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ച പശ്ചാത്തലത്തിൽ ശക്തമായ കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ മുഖ്യമന്ത്രി വിജയ് ഒരുങ്ങുന്നതായാണ് സൂചനകൾ. ഭരണരംഗത്തെ ശുദ്ധീകരണവും വരാനിരിക്കുന്ന നിർണായകമായ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള TVKയുടെ അടുത്ത നീക്കങ്ങൾ തമിഴ് രാഷ്ട്രീയത്തെ കൂടുതൽ ചൂടുപിടിപ്പിക്കുകയാണ്. പ്രാദേശിക റിപ്പോർട്ടുകൾ വിശ്വസനീയമാണെങ്കിൽ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം മന്ത്രിസഭയിലെ 2 മന്ത്രിമാരെ നീക്കിയേക്കും. മാനവ വിഭവശേഷി മന്ത്രി D. ശരത് കുമാറും സാമൂഹിക ക്ഷേമ വനിതാ ശാക്തീകരണ മന്ത്രി K. ജഗദീശ്വരിയും അടുത്തിടെ വലിയ വിവാദങ്ങളിൽ അകപ്പെട്ടിരുന്നു. ഇവരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി ശുദ്ധികലശം ചെയ്യാനാണ് വിജയ് പദ്ധതിയിടുന്നത്. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വോട്ട് ചെയ്യാൻ പണം വിതരണം ചെയ്തതായി ആരോപിച്ച് മന്ത്രി D. ശരത് കുമാറിനെതിരെ ഈ ആഴ്ച ആദ്യം പരാതി ലഭിച്ചിരുന്നു. ശരത് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പണം വിതരണം ചെയ്യുന്ന വീഡിയോ വൈറലായതിനെ തുടർന്ന് ഇലക്ഷൻ ഫ്ലൈയിംഗ് സ്ക്വാഡിന്റെ പ്രതിനിധി വിസാരണെ നഗർ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ ഒരു പരാതി നൽകിയിരുന്നു. കൂടാതെ മന്ത്രി ശരത് കുമാർ ഒരു ATM കാർഡ് ഉപയോഗിച്ച് വെളുത്ത വസ്തു പൊടിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം അന്വേഷണവും നേരിടുന്നുണ്ട്. മന്ത്രി മയക്കുമരുന്ന് ഉപയോഗിച്ചെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച കൂരുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ അദ്ദേഹം തള്ളിയിരുന്നു. മരുന്ന് പൊടിക്കുന്ന 2 വർഷം പഴക്കമുള്ള വീഡിയോ മനഃപൂർവ്വം തെറ്റായി ചിത്രീകരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മന്ത്രി ജഗദീശ്വരിയുടെ പേരിലെ വിവാദവും പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. സർക്കാർ പരിപാടിയുടെ ബാനറിൽ തന്റെ പേര് രണ്ടാമതായി എഴുതിയതിൽ പ്രതിഷേധിച്ച ജില്ലാ കളക്ടറോട് പരസ്യമായി മന്ത്രി ക്ഷോഭിച്ചത് വലിയ വിവാദമായിരുന്നു. ചടങ്ങിൽ പങ്കെടുത്ത മറ്റൊരു മന്ത്രിയായ കീർത്തനയുടെ പേര് ബാനറിൽ ആദ്യവും ജഗദീശ്വരിയുടെ പേര് രണ്ടാമതുമാണ് അച്ചടിച്ചിരുന്നത്. ഈ രീതിയാണ് ജഗദീശ്വരിയെ ചൊടിപ്പിച്ചത്. വിവാദം തലപ്പൊക്കിയതോടെ സർക്കാരിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. മന്ത്രി കീർത്തനയുമായി ജഗദീശ്വരിക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നേതൃത്വം ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരുവരെയും ഉപദേശിച്ചതായും റിപ്പോർട്ടുണ്ട്. അതേസമയം സർക്കാർ അധികാരത്തിലേറി അധിക നാൾ പിന്നിടുന്നതിന് മുൻപ് വിവാദങ്ങൾ തലപൊക്കിയതിൽ വിജയ്ക്ക് അതൃപ്തി ഉണ്ടെന്നാണ് വിവരം. ഈ സാഹചര്യത്തിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ തുടക്കത്തിൽ ഇങ്ങനെ ഒരു രീതി അവലംബിച്ചാൽ പിന്നീട് സർക്കാരിന് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന ആശങ്കയും പാർട്ടിക്കുള്ളിലുണ്ട്. എന്നിരുന്നാലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടന നടക്കാൻ സാധ്യതയില്ല. അതേസമയം AIADMKയിലെ 7 സിറ്റിംഗ് MLAമാർ ഇതുവരെയും രാജിവെച്ചിട്ടുണ്ട്. അവരിൽ ഭൂരിഭാഗവും ഇതിനോടകം തന്നെ TVKയിൽ ചേർന്നിട്ടുണ്ട്. ഒഴിവുള്ള ഈ സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള തീയതി ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന TVK സർക്കാരിന് മുന്നിലുള്ള അടുത്ത വലിയ വെല്ലുവിളി വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളാണ്. AIADMKയിൽ നിന്ന് രാജിവെച്ച് വിജയ്ക്കൊപ്പം ചേർന്ന പ്രമുഖ നേതാക്കളെ തന്നെ ഈ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളാക്കാനാണ് പാർട്ടി ഉന്നതതല സമിതിയുടെ തീരുമാനം. അച്ചടക്കമില്ലായ്മയോടും അഴിമതിയോടും വിട്ടുവീഴ്ചയില്ല എന്ന കർശന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാനാകുമെന്നാണ് വിജയുടെ കണക്കുകൂട്ടൽ. ഇതിനായി വിവാദങ്ങളിൽപ്പെട്ട മന്ത്രിമാരെ മാറ്റി നിർത്തുന്നതിനൊപ്പം ജനപ്രീതിയുള്ള പുതിയ മുഖങ്ങളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനും അണിയറയിൽ ചർച്ചകൾ സജീവമാണ്. ഭരണപരമായ കാര്യങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി വിജയ് നേരിട്ട് ഇടപെടുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. ഓരോ വകുപ്പിന്റെയും പ്രതിമാസ പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്താൻ പ്രത്യേക ടാസ്ക് ഫോഴ്സിന് രൂപം നൽകിയിട്ടുണ്ട്. ജനക്ഷേമ പദ്ധതികൾ താഴെത്തട്ടിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മന്ത്രിമാർ ആഴ്ചയിൽ 2 ദിവസം നിർബന്ധമായും തങ്ങളുടെ മണ്ഡലങ്ങളിൽ ജനസമ്പർക്ക പരിപാടികൾ നടത്തണമെന്ന കർശന നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞു. തുടക്കത്തിലുണ്ടായ വിവാദങ്ങൾ പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്ന പശ്ചാത്തലത്തിൽ വികസന അജണ്ടകളിലേക്ക് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതേസമയം TVK തമിഴ്നാട്ടിൽ ശക്തി പ്രാപിക്കുന്നത് തടയാൻ പ്രതിപക്ഷ പാർട്ടികളായ DMKയും AIADMKയും പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ച് ഭരണകക്ഷിക്കെതിരെ പൊരുതുന്നതിനെ കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ പ്രതിപക്ഷ ക്യാമ്പുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾക്കിടയിൽ വിജയ്ക്കുള്ള സ്വാധീനവും തമിഴക വെട്രിക്കഴകത്തിന്റെ താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളും തകർക്കുക അത്ര എളുപ്പമാകില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വരും ആഴ്ചകളിൽ പ്രഖ്യാപിക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് തീയതികളും തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ അതീവ നിർണായകമാകും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.